ചിലരെങ്കിലും ചില നാട്ടിലോ ചില കുടുംബത്തിനോ ശീലമാക്കി പോകുന്നൊരു സാധനമുണ്ട്. അതെന്താന്ന് വെച്ചാൽ, കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ മാത്രം, ആ പെരയും ആ ബാപ്പിമ്മയൊന്നും അവനാന്റെ ജീവിതമായിട്ട് ഒരു ബന്ധമില്ലാതെ ജീവിക്കുക, ഭർത്താവ് മാത്രം. എന്നിട്ട് എന്താണെന്നറിയോ പറയാണ്, നിങ്ങളെ ബാപ്പാന്റെ ഇമ്മാന്റെയും കൂടെയാണ് നിങ്ങൾ നിൽക്കണമെങ്കിൽ ഞാൻ ആ പരിക്കില്ല. പിന്നെ എപ്പോഴാ പരിക്കുണ്ടാവറിയോ? നിങ്ങളെ ബാപ്പാന്റെ ഇമ്മാനെ എപ്പോഴാണോ ഒഴിവാക്കണത് അന്നാ ഞാൻ പരിക്കുണ്ടാവും. ഞാൻ എന്റെ സഹോദരിമാരോട് പറഞ്ഞു, സഹോദരിമാരെ ബാപ്പിമ്മ അവിടെ കെട്ടെ, ബുദ്ധിപരമായിട്ടൊരു കാര്യം പറയട്ടെ. ബുദ്ധിപരമായിട്ട് ഒരാളൊരു കച്ചവടം തുടങ്ങി. ആ കച്ചവടത്തിന് അയാളുടെ കൂടെ ഒന്നുമില്ലാത്ത കാലത്ത് രണ്ടാള് ചേർന്നു. ഇദ്ദേഹത്തിന്റെ കൂടി രണ്ടാൾക്കാരും കൂടി പട്ടിണി കടന്ന് കഷ്ടപ്പെട്ട ആ കച്ചവടം ഇങ്ങനെ ഉയർത്തി കൊണ്ടുവന്നു. കൊണ്ടിനിടക്ക് ഉറക്കൊഴിച്ചു. ആയുസിന്റെ വലിയൊരു ഭാഗം അധ്വാനിച്ചു, സമ്പത്ത് ചെലവഴിച്ചു. 5 കൊല്ലായി, കുറച്ച് ഉയർച്ചുണ്ടായി, പിന്നെ തളർച്ചുണ്ടായി. ഇവര് 3 പേരും ഒന്നിച്ചൊന്നിച്ച് അധ്വാനിച്ച് ഉറക്കമൊഴിച്ച് കഷ്ടപ്പെട്ട് 10 കൊല്ലായി. ഏകദേശം മെല്ലെ സ്റ്റേബിൾ ആയി തുടങ്ങി കച്ചവടം. 15 കൊല്ലായി. അങ്ങനെ 25 കൊല്ലപ്പോ ഏകദേശം അൽഹംദുലില്ലാ നല്ല നിലയിലായി. അപ്പൊ ഒന്നുകൂടി വ്യാപിപ്പിക്കല്ലേ എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരാളും കൂടി ഷെയർ 4ാമത്തെ ആളെ കൊണ്ടുവന്നു. ഷെയർ എടുത്ത ആള് ചേർന്നിട്ട് 6ാം മാസം ഇവനോട് പറയണം, ഞാൻ എന്റെ കൂടെ ഷെയർ കൂടിയിട്ട് ഈ കച്ചവടത്തിൽ നിലനിൽക്കണമെങ്കിൽ ആദ്യത്തെ 2 ആൾ ഒഴിവാക്കണം. ആദ്യത്തെ 2 ആൾ ഒഴിവാക്കിയാലേ ഞാൻ എന്റെ കൂടെ ഷെയർ കൂടിയിട്ട് ബാക്കി നിലനിൽക്കുള്ളൂ. ആ പറയണോന്റെ നിലവാരം എന്ന് ആലോചിച്ചോക്കിൻ. ആ പറഞ്ഞത് കേട്ട് ജീവിക്കണമെന്ന നിലവാരം എന്ന് ആലോചിച്ചോക്കിൻ. പട്ടിണിയും കട്ടപ്പാടും സഹിച്ചിട്ട് ഓരോ പെൺകുട്ടിക്കും അവനാന്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടങ്ങൾ ഭർത്താവിനില്ലേ? ആ ഭർത്താവിന് 25 വയസ്സ് വരെ നോക്കിയത് ആരാണ്? ഈ നാട്ടിലത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റാ? ഈ നാട്ടിലെ ഗവൺമെന്റാ? വഹനൻ അലാ വഹിൻ, പ്രയാസത്തിന് മേൽ പ്രയാസം സഹിച്ച് ഗർഭധാരണം നടത്തി മുലയൂട്ടി മദ്രസകളിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോയി, അധ്യാപകന്റെ മുന്നിൽ സ്കൂളിലേക്ക് കൊണ്ടുപോയി, അതിനുവേണ്ടി അവർക്ക് അധ്വാനിക്കാൻ അവനവനെ കൊണ്ട് കഴിയുന്ന മുഴുവൻ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് വളർത്തി, അതിനിടയിൽ വരുന്ന അബദ്ധങ്ങൾ പരിഹരിച്ച് സ്വഭാവം നന്നാക്കി ഖുർആൻ പാരായണം പഠിപ്പിച്ച് നിസ്കാരം പഠിപ്പിച്ച് ഓരോന്നായി പഠിപ്പിച്ച് 25 വയസ്സ് 26 വയസ്സിൽ ഒരാണാക്കി മോനെ ഇൻഷാ അല്ലാഹ് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞയച്ചിട്ട് നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് നിങ്ങൾ പറയാണ്, ഇത്രയും കാലങ്ങൾ വളർത്തി വലുതാക്കിയ ബാപ്പാനിമ്മ നിങ്ങൾ ഒഴിവാക്കണം, നാളെ ഞാൻ ജീവിക്കുള്ളൂ. ഈ വാചകമൊക്കെ പരലോകത്ത് ഏത് തുലാസിലിട്ടാണ് തൂക്കുക? ഇത്രയും കാലം നോക്കിയ ബാപ്പാനിമ്മനെ ഒഴിവാക്കി. അതിന്റെ അർത്ഥം എന്താ? പ്രശ്നമില്ലെന്ന് അല്ല, കുടുംബം പൊട്ടാതെ പരിഹരിക്കാൻ കഴിയണം. അതിനാ പള്ളിക്കൊക്കെ വരണം എന്ന് പറഞ്ഞ്, അതിനാ ദീനിയാകണം എന്ന് പറഞ്ഞ്. 1ാമത്തെ അജണ്ട എന്താ അറിയോ? പ്രശ്നമുണ്ടോ? കുടുംബം പൊട്ടാതെ ബാപ്പാനിമ്മാന്റെ നെഞ്ചു പടയാതെ ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയണം. ഇത് ചെയ്യാതെ എന്താ അറിയോ? അവനാന്റെ ബാപ്പാനിമ്മാനെ ഒഴിവാക്കിയാലേ ഞാൻ കൂടുള്ളൂ. ഉമ്മാനോട് ചില കാര്യങ്ങൾ പറയാണ്ട്. ഉമ്മാര് ചെറിയെന്നല്ല, വലിയ വളവന്മാരുണ്ട് ഈ വിഷയത്തില്. അവനാന്റെ പെൺകുട്ടിനെ ഇങ്ങനെ കെട്ടിക്കുമ്പോ ആയും തന്നെ അവിടുത്തെ ബാപ്പാനിമ്മാനും എങ്ങനെയെങ്കിലും ഒഴിവാക്കാനുള്ള സകല ഐഡിയും പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അവനാന്റെ കുട്ടീനെ ആരും ഒരാളും നോക്കാൻ പറ്റാത്ത ഒരു ഏരിയക്കാക്കിയിട്ടാണ് മാറ്റും. എന്നിട്ട് അവനാന്റെ വീട്ടിലേക്ക് ഒരു പെൺകുട്ടിനെ കൊണ്ടുവരാൻ നേരത്ത് കരാർ എഴുതിപ്പിക്കും. എന്താ അറിയോ? ബാപ്പാനിമ്മാനും നോക്കണം, തറവാട്ടിൽ നിൽക്കണം, ഒപ്പ്. അവനാന്റെ കുട്ടിനെ കെട്ടിക്കുമ്പോ 1ാമത്തെ അജണ്ട എന്താ അറിയോ? ആരും നോക്കാൻ പറ്റൂല. ഇൻഷാ അല്ലാഹ് പറയാ, ഈ വളവുണ്ടല്ലോ, ഈ കുതന്ത്രം, മക്കർ, ഖുർആൻ വാക്ക് മക്കർ, കുതന്ത്രം പടച്ചോന് ശരിക്കറിയാ. യഅലമു ഖായിനത്തുൽ ഐൻ വമാ തുഖ്ഫി സുദൂർ, ഹൃദയത്തിന്റെ ചാഞ്ചാട്ടവും കണ്ണിന്റെ കട്ടുനോട്ടം